അങ്ങനെ നമ്മുടെ ജിത്തു ജോസഫ് സാർ സംവിധാനം ചെയ്ത നുണക്കുഴി എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററുകളിലെത്തി. ഇന്ന് വേറെയും പടങ്ങളിൽ റിലീസ് ഉണ്ടായിരുന്നു. വാഴ, തങ്കലൻ, അങ്ങനെ കുറച്ച് പടങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ഞാൻ ഈ സിനിമയ്ക്ക് ആദ്യം കയറാനുള്ള കാരണം ഒറ്റ കാരണമുള്ളത് ജിത്തു ജോസഫ്. പുള്ളിയോടുള്ള ഒരു റെസ്പെക്റ്റ്, പുള്ളിയുടെ സിനിമകളോടുള്ള ഇഷ്ടം, അതാണ് ഇന്ന് ഈ സിനിമയ്ക്ക് തന്നെ ആദ്യം കയറാനായിട്ട് പ്രേരിപ്പിച്ചത്. അങ്ങനെയാണ് ഞാൻ സിനിമ കണ്ടത്. സിനിമ കണ്ടു. ഇനി എൻ്റെ അഭിപ്രായം പറഞ്ഞേക്കാം. അതിനു മുമ്പൊരു കാര്യം, ഇപ്പോൾ പറയാൻ പോകുന്ന അഭിപ്രായം അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. എനിക്ക് പേഴ്സണലി, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണത്. അതെല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. കാരണം ഞാൻ സിനിമ കണ്ടു വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ഞാൻ കണ്ടു. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. അപ്പോൾ അതങ്ങനെയാണ്. ഇപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇനി വെറുതെ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ നിൽക്കണ്ട. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രം ഞാൻ പറയാനുള്ളൂ. ഓക്കെ, എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല. പേഴ്സണലി ഒട്ടും വർക്കാവാത്തൊരു പടം. പിന്നെ പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം, നമ്മുടെ സിദ്ദിഖിൻ്റെ റോള് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ മനോജ് ഗജൻ നന്നായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ സിനിമയുടെ കഥയൊക്കെ ഭയങ്കര അലമ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. സത്യം പറയാം, എനിക്ക് ഇത്ര ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചൊരു കഥ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമയുടെ പേര് നുണക്കുഴി എന്നാണ്. അതായത് നുണകൾ കൊണ്ട് കെട്ടി പണിതൊരു സംഭവം, അതാണ് ഒരു ഉദ്ദേശിച്ചത്. ഒരുപാട് നുണകൾ കൊണ്ട് ഒരു ദിവസം അങ്ങനെ ഉണ്ടാകുന്ന പുലിവാലും പ്രശ്നങ്ങളൊക്കെയാണ് സിനിമ പറയുന്നെങ്കിൽ പോലും എനിക്കെന്തോ അതങ്ങോട്ട് ഒരു എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഞാൻ സത്യം പറഞ്ഞ ഒരു സിനിമ എൻജോയ് ചെയ്ത് കഥയും കാര്യങ്ങളും നോക്കുന്ന ഒരാളൊന്നുമല്ല. ഞാൻ എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് സിനിമയെ കാണുന്നത്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇതിൻ്റെ കഥ ഭയങ്കരമായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥയുടെ ഒരു മിസ്മാച്ച് കാരണം തന്നെ നമുക്ക് ആ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് സത്യാവസ്ഥ. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഈ പടം കണ്ടപ്പോൾ തോന്നിയത്. കാണാൻ താല്പര്യമുള്ളവർ കണ്ടോക്കെ. ഞാൻ കുറച്ച് പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ഞാൻ കണ്ടു. അപ്പോൾ സിനിമ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് പേഴ്സണലി സിനിമ ഒട്ടും വർക്കായില്ല. എനിക്ക് ഭയങ്കരമായിട്ട് നിരാശയായിരുന്നു സിനിമ. ഒരു 2.25 മണിക്കൂർ ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ച പോലെ പോയൊരു സിനിമ. പിന്നെ കോമഡി, പിന്നെ ബേസിൽ ജോസഫ് ചിലതൊക്കെ നന്നായിട്ടുണ്ടെങ്കിലും പുള്ളിയുടെ ചില സീൻസൊക്കെ, അത് ചില സംഭാഷണം, പുള്ളിയുടെ ആ ഒരു ഡയലോഗ്സ് നീട്ടി വലിച്ചുള്ള ചില ഡയലോഗ്സ് ഉണ്ട് ബേസിലിൻ്റെ. എനിക്ക് അച്ഛനെ വെറുപ്പിക്കലായിട്ട് തോന്നി. സാധാരണ പുള്ളിയുടെ ആക്ടിങ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പുള്ളിയുടെ ഒരു കോമഡി ടൈമിങ്ങും ആ സാധനങ്ങളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അത് മുൻപത്തെ പടങ്ങളിൽ പുള്ളി ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ വരുമ്പോൾ ഇതിൽ മറ്റേ പുള്ളിയുടെ ചില നീട്ടി വലിച്ചുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട്. പുള്ളി അത് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് പറയാനായിട്ട്. പക്ഷെ എന്നാൽ പോലും അത് കേൾക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ട് വെറുപ്പിക്കലായിട്ട് തോന്നി. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കിക്കോ. പിന്നെ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കിക്കോ. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പേഴ്സണലി സിനിമ വർക്കായില്ല. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സിനിമ ഒന്ന് കണ്ടു നോക്കിക്കോ.